ഹായ് ഗൈസ്, അങ്ങനെ നമ്മുടെ 5 കൊല്ലത്തെ കഷ്ടപ്പാടിനൊടുവിൽ നമ്മുടെ ഫൈനൽ ഇയർ പ്രോജക്റ്റ് കോളേജിൽ സബ്മിറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ആ പോക്കാണ് ഈ പോക്ക്. പി ജിന്ന് ഞങ്ങൾ നേരെ കോളേജിലേക്കാണ് പോയത്. ഈ കാണുന്ന ബ്ലോക്കാണ് കേട്ടോ ഞങ്ങളുടെ ബ്ലോക്ക്, ഡി ബ്ലോക്ക്. ഗേറ്റിൻ്റെ അടുത്തുള്ള ബ്ലോക്ക് ആയാലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? രാവിലെ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയാലും സെക്യൂരിറ്റി ആംഗിൾ നമ്മൾ പിടിക്കാൻ പറ്റില്ല, നമുക്ക് വേഗം ഓടാൻ പറ്റും. അപ്പോഴാണ് നമുക്ക് ദേവി മാമിൻ്റെ കോൾ വന്നത്. വേറെ ഒന്നുമല്ല, നമുക്ക് കുറച്ചധികം പരിപാടികൾ ഡിപ്പാർട്ട്മെൻറ്റിൽ തീർക്കാനുള്ളതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 5 കൊല്ലമായിട്ട് ഞങ്ങൾ പഠിക്കുന്ന ഞങ്ങളുടെ കോളേജിലെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫാക്കൽറ്റി റൂം. അപ്പോൾ ഞങ്ങൾ വേഗം പോയി മാമിൻ്റെ അടുത്ത് നിന്ന് സൈനൊക്കെ വാങ്ങി നേരെ വിട്ടത് ലൈബ്രറിയിലേക്കാണ്. പ്രോജക്റ്റിൻ്റെ റെഫറൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ബുക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റിട്ടേൺ ഒക്കെ ചെയ്ത് സാറിനോട് കുറച്ച് നേരം കത്തിയൊക്കെ അടിച്ച് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് നമ്മളെ കോളേജ് ക്യാൻറ്റീനിലേക്കാണ് കേട്ടോ. ആ ഒരു സന്തോഷമാണ് എല്ലാവരുടെ മുഖത്തും ഉള്ളത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കോളേജ് ക്യാൻറ്റീൻ. കോളേജ് ക്യാൻറ്റീൻ എന്ന് പറയുന്നതിനേക്കാളും എനിക്കിഷ്ടം എൻ്റെ അങ്കിളുടെ ക്യാൻറ്റീൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അങ്കിൾ അന്ന് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ അങ്കിൾ ഉണ്ടായിരുന്നില്ല. ഏതായാലും നമുക്ക് ഈ ആൻറ്റീൻ എന്ന് പരിചയപ്പെടാം. ആൻറ്റി നിങ്ങളുടെ ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ച് കുടിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ക്യാമ്പസിൽ തന്നെ നമുക്കിങ്ങനെ പ്രിൻ്റ് എടുക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോൾ ഒരുവിധം എല്ലാ കോളേജിലും ഉണ്ട് തോന്നുന്നല്ലേ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഒരു ഊബറൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങൾ നേരെ പോകുന്നത് എയിംസിലേക്കാണ്. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എയിംസിൽ പോകാറുണ്ട്, നിങ്ങൾക്കറിയാലോ. പക്ഷെ ഇന്ന് നമ്മൾ പോയത് ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ മേധുവിനെയും ദേവേനെയും ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്തിട്ടാണ് പോയത്. എയിംസിലെത്തി ഞങ്ങൾ നേരെ കയറിയത് എ ബ്ലോക്കിലേക്കാണ്. എ ബ്ലോക്ക് വാസ് ആക്ച്വലി ഫൺ. കാരണം നല്ല രസമായിരുന്നു. ഞങ്ങളിങ്ങനെ ഓടി 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 നടക്കുകയായിരുന്നു ഞാനും പുഷ്കവും. ഇങ്ങോട്ട് വന്നിട്ടുള്ളവർക്ക് അറിയുണ്ടാവും, നമ്മുടെ ഹോസ്പിറ്റലാണെങ്കിലും ക്യാമ്പസ് ആണെങ്കിലും ഭയങ്കര ഭംഗിയാണ്. അതായത് ഇൻറ്റീരിയേഴ്സൊക്കെ ഭയങ്കര രസമാണ്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ 2 സ്റ്റാച്യൂസ് കാണുന്നത്. അപ്പോഴാണ് ഈ സൈഡിൽ ഈ ഒരു ഫ്രെയിം നമ്മൾ കാണുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ, നേരിട്ടാണ് അതിലും ഭംഗിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ നടന്ന് നമ്മുടെ പരിപാടിയൊക്കെ വേഗം തീർത്തു. അതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ ഞങ്ങൾ രണ്ടാളുടെയും മുഖത്ത്. ഞങ്ങൾ എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ വന്ന വഴി ഞങ്ങൾ തിരിച്ച് അതേപോലെ നടക്കുക കേട്ടോ. ഇവിടെ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്നറിയോ? നമ്മളിവിടുത്തെ കുട്ടികളായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സ്റ്റാഫ്സിനൊക്കെ നമ്മൾ വലിയ കാര്യമാണ്, ഭയങ്കര കാര്യമായിട്ടാണ് നമുക്ക് ഓരോന്ന് പറഞ്ഞു തരുമൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ പോയത് അന്നപൂർണ്ണ ക്യാൻറ്റീനിലേക്കാണ്. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ച് ഊബർ ബുക്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്ന് വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ രാവിലെ 10 മണിക്ക് ഇറങ്ങിയതാണ്, ഇപ്പം സമയം 5 ആയിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ പോയത് നമ്മുടെ ഷോപ്പിലേക്കാണ് കേട്ടോ. ഇന്ന് അത്യാവശ്യം നല്ല രീതിക്ക് ഓടിയൊരു ദിവസമായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ടയർഡാണ്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ഷോപ്പിൽ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക സമാധാനമാണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൊണ്ട് ഞാനും തുഷ്കും വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ടാറ്റാ.